അപ്പോൾ നമുക്കൊരു സിമ്പിൾ മീൻ പീര കണ്ടാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നെത്തോലി വെച്ചിട്ടുണ്ടാക്കുന്ന പീരയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നെത്തോലി കിട്ടിയപ്പോൾ പീര വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ആ സവാള നന്നായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുത്താലും മതി. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് മീൻ നന്നായിട്ട് വൃത്തിയായി കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. വേവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മാക്സിമം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക, അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. വെളിച്ചെണ്ണയുടെയൊക്കെ നല്ലൊരു മണം, നല്ല ടേസ്റ്റിന് നല്ല വ്യത്യാസമാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക, നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറിയിട്ട് നല്ലൊരു ഫ്ലേവർ അതിലോട്ട് ഇറങ്ങും. അപ്പോൾ ഒന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുക. സവാള വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നപ്പലയും കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്നുകൂടി നന്നായിട്ട് സോട്ട് ചെയ്യാം. സോട്ട് ചെയ്ത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം അടച്ച് വയ്ക്കുക. ഈ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമ്മുടെ ഈ മീനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് മീൻ നന്നായിട്ട് വെന്ത് കിട്ടും. അതുകൊണ്ട് സെപ്പറേറ്റ് വെള്ളമൊന്നും ഇതിൽ ഒഴിക്കുന്നില്ല. ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി ഏതാണ്ട് മീൻ കുറേയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്ക് അടച്ച് വയ്ക്കാം. മീൻ നന്നായിട്ടപ്പോൾ വെന്ത് ഉടഞ്ഞ് വരും. അപ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള കൂട്ട് എടുത്തിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട കൂട്ട് അരച്ചിട്ട് വരാം. അതിലേക്ക് ആവശ്യത്തിന് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുക്കുന്നുണ്ട്. അരമുറി തേങ്ങ, അതിലേക്ക് ആവശ്യത്തിന് ജീരകം, ഞാനിവിടെ ഒരു 1/2 സ്പൂൺ എടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 6-7 അല്ലി വെളുത്തുള്ളി. എന്നിട്ട് നന്നായി